ഓം ശാന്തി. അവേക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസിലേക്ക് ഇന്ന് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എപ്പോഴാണോ നമ്മൾ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ആധ്യാത്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മറ്റാർക്കോ വേണ്ടിയുള്ളതാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ എപ്പോഴാണോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നത്, അത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ശൃംഖലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ നമ്മൾ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആധ്യാത്മികതയെക്കുറിച്ച് അഥവാ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ എന്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് സന്തോഷത്തെക്കുറിച്ചാണ്. എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ തോന്നാറുണ്ട് എനിക്ക് സന്തോഷമില്ല. മാത്രമല്ല, ഒരു കാര്യത്തിൽ അത് വളരെ ചെറിയൊരു കാര്യമായിരുന്നു, അതിൽ സംശയം അവസാനിച്ചു. അതാണ് നമ്മളെല്ലാവർക്കും ശ്രദ്ധ നൽകുന്നുണ്ട്, പക്ഷേ സ്വയം, അതായത് ഈ ബോഡി, ഈ പേഴ്സണാലിറ്റിയെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അതാണ് ഞാൻ, ദ ബീയിങ്, അതിന് ശ്രദ്ധ നൽകുന്നില്ല. അതിനെ എങ്ങനെ സംരക്ഷിക്കണം, അതുമായി ബന്ധപ്പെട്ട് മറ്റു ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ഈ മുഴുവൻ ശൃംഖലയിലും നാം സംസാരിക്കും. ഇന്നത്തെ വിഷയം ആരംഭിക്കാം. നമ്മുടെ സൗഭാഗ്യമാണ്. നമ്മുടെ കൂടെയുണ്ട് ബ്രഹ്മകുമാരി സിസ്റ്റർ ശിവാനി. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ ശിവാനി, കഴിഞ്ഞ എപ്പിസോഡിലേക്ക് നോക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ഒരു പുതിയ രീതിയിൽ നോക്കിക്കാണാൻ നമ്മൾ ശ്രമിച്ചു. ഒരു കാര്യം മനസ്സിലായി, എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം മുന്നോട്ടു പോകുന്നുണ്ട്, എല്ലാവരെയും നമ്മൾ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നില്ല. ആകെ ഇത്രമാത്രം: ഭക്ഷണം കഴിക്കണം, ഫിസിക്കലി ഡ്രസ് നല്ലതായിരിക്കണം, ഐ ഷുഡ് ലുക്ക് ഗുഡ്, പെർഫെക്റ്റ്ലി ഫൈൻ, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ മൈ ചെയർ ഷുഡ് ബി കംഫർട്ടബിൾ. ഓ യെസ്, മൈ കാർ ഷുഡ് ബി, എയർ കണ്ടീഷനിങ് ഷുഡ് ബി പെർഫെക്റ്റ്. ഞാൻ വിയർക്കാൻ പാടില്ല, അൺകംഫർട്ടബിൾനെസ് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ വിച്ച് ഇസ് വെരി ഗുഡ്. സി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സെന്റൻസ്. അൺകംഫർട്ടബിൾ ആവാൻ പാടില്ല മീൻസ് കംഫർട്ടബിൾ ആയിരിക്കണം. ശരീരത്തിനെ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട്, കംഫർട്ടബിൾ ആയിരിക്കണം. ഇനി മനസ്സിന്റെ കാര്യം നമ്മൾ മറന്നുപോകുന്നു. കാരണം മനസ്സിനെ കെയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പറഞ്ഞു നമ്മൾ എത്ര സന്തോഷമുള്ളവരാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം അതിലെനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? എന്റെ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ അച്ചീവ്മെന്റിൽ ബോസ് വളരെ സന്തോഷിക്കുകയാണ്, അപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. എന്റെ പാരന്റ്സ് ഞാൻ എന്തെങ്കിലും നല്ല വസ്തുക്കൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു. ഐ ഫീൽ ഗുഡ്. ദിസ് ഗിവ്സ് മീ ഹാപ്പിനെസ്. അപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു, കുട്ടികൾക്ക് വേണ്ടി ചെയ്തു, എനിക്ക് ഇതിൽ സന്തോഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല? ശ്രദ്ധിക്കുന്നുണ്ടോ? I didn't know. We have to. Everyone has to ask themselves. ഏത് ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്? അതായത് എന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണ്? യു ഓർ മീ ഓർ എനി വൺ എൽസ് ഹാസ് നോ റൈറ്റ് ടു സേ. ഓരോരുത്തരുടെയും ഇൻഡെക്സ് എവിടെയാണ്? പക്ഷേ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, ഇതാണ് പലപ്പോഴും എല്ലാവരിൽ നിന്നും റെസ്പോൺസ് വരുന്നത്. എന്താണോ വേണ്ടത്, അതല്ല സന്തോഷം, അത് മാത്രം ലഭിക്കുന്നില്ല. സോ ലെറ്റ്സ് നോട്ട് മേക്ക് എ ജനറലൈസ് സ്റ്റേറ്റ്മെന്റ്. ലെറ്റ് എവ്രി വൺ ജസ്റ്റ് ചെക്ക് ഫോർ ദംസെൽവ്സ്. കാരണം ഇങ്ങനെയും സംഭവിക്കാം. ഐ എം സെയിങ് നിങ്ങൾക്ക് സന്തോഷമില്ല, ആക്ച്വലി നിങ്ങൾ വളരെ സന്തോഷം, അബ്സല്യൂട്ട്ലി ഫൈൻ. ഇത് താങ്കൾക്ക് വേറെ ആരിൽ നിന്നെങ്കിലും ലഭിക്കുന്ന പാരാമീറ്റർ അല്ല. ദിസ് ഇസ് ഓൺലി വൺ തിങ്. താങ്കൾക്ക് മാത്രം അറിയാൻ കഴിയുന്നതാണ്. പലപ്പോഴും എസ്പെഷ്യലി താങ്കൾ ചെയ്യുന്ന പ്രൊഫഷൻ, ലെറ്റ്സ് സേ താങ്കളുടെ ജോലി എപ്പോഴും പുഞ്ചിരിക്കുക, ഓൾവേസ് ബീങ് സോ ബ്യൂട്ടിഫുൾ, എനർജറ്റിക്, നോട്ട് ജസ്റ്റ് ബ്യൂട്ടിഫുൾ പക്ഷെ എനർജറ്റിക് ഓൺ ദ ഫേസ് ഹാസ് ടു ബി ഓൾവേസ്, വളരെ വെൽക്കമിങ്. പക്ഷെ ചിലപ്പോൾ താങ്കൾക്ക് ഇന്നുള്ളിൽ അത്ര സന്തോഷമില്ലായിരിക്കാം. ഈസ് ദാറ്റ് പോസിബിൾ ഓർ നോട്ട് പോസിബിൾ? മാക്സിമം ടൈം ഇറ്റ്സ് പോസിബിൾ. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ, അതായത് ഉള്ളിലുള്ള ഫീലിംഗ് താങ്കൾക്ക് മാത്രമേ അറിയൂ. കാരണം ഇന്നിങ്ങനെ ആൾക്കാർ കോമൺ ആയി ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്രയധികം ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ കപ്പാസിറ്റിയുടെ പല മടങ്ങ് കൂടുതൽ ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും നമുക്ക് സന്തോഷമില്ല. കൂടെ ഇങ്ങനെയും പറയും, അവർക്ക് എന്നോട് തൃപ്തിയില്ല. ആക്ച്വലി നമ്മളെല്ലാം ചെയ്തു, ആക്ച്വലി എന്റെ സന്തോഷം അപ്പോൾ അവസാനിച്ചു. ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കി, ഞാൻ കുട്ടികൾക്ക് വേണ്ടി നല്ലതെന്തോ ഉണ്ടാക്കി. എനിക്കറിയാം, ഐ നോ, ഞാൻ നന്നായി ഉണ്ടാക്കും, പിന്നെ അവർക്ക് നന്നായി തോന്നുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കുകയാണ്. സപ്പോസ് ഞാൻ ഉണ്ടാക്കി, അവർ കഴിച്ചു, അവർക്ക് നന്നായി തോന്നിയില്ല. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഉണ്ടാക്കിയത്, അവർ സന്തോഷിച്ചില്ല. അപ്പോൾ എന്റെ സന്തോഷം പോയി, പിന്നെ ദേഷ്യം വരാൻ തുടങ്ങി. താങ്കൾ സന്തോഷത്തോടെയല്ല ഉണ്ടാക്കിയത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്. അവർ കഴിക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവും. എപ്പോ അവർക്ക് സന്തോഷം ഉണ്ടാവുന്നോ അപ്പൊ ഞാനും സന്തോഷാവും. ഇറ്റ്സ് എ ഡിഫറൻസ്. പക്ഷെ ഉണ്ടാക്കുമ്പോൾ ഇത് ആലോചിച്ച് ഞാൻ ചിന്തിച്ച് സന്തോഷിച്ചു. അവർക്ക് സന്തോഷമായാൽ ദിസ് വിൽ ഗീവ് മീ ഹാപ്പിനെസ്. ഇറ്റ് വാസ് എ പ്രിപ്പറേഷൻ ഫോർ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്. ഇതാണ് നടക്കുന്നത്. നമ്മൾ ഒരു പിക്ചർ ഓൾറെഡി ഉണ്ടാക്കുകയാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടി. 1 മണിക്കൂറിന് ശേഷം ഇങ്ങനെ നടക്കും.
ഇത് ഞാൻ ഉണ്ടാക്കും, അവർക്ക് കൊടുക്കും. ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് എ സ്റ്റിമുലന്റ് വിച്ച് ഇസ് ഗിവിംഗ് മീ ഹാപ്പിനെസ്. ആ സീൻ എനിക്ക് സന്തോഷം നൽകിയല്ലോ. ആ സീൻ ഞാൻ ആദ്യമേ ക്രിയേറ്റ് ചെയ്തു. ലെറ്റ്സ് സേ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ നൽകുകയാണ്, നിങ്ങൾക്ക് വളരെ സന്തോഷമായി. പക്ഷേ ഉണ്ടാക്കുന്നതിനോടൊപ്പം ഞാൻ ആ സീൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാണ്. ദിസ് ഇറ്റ് സെൽഫ് ഷോസ് ദ പവർ ഓഫ് ദ മൈൻഡ്. സിറ്റുവേഷൻ വന്നിട്ട് പോലുമില്ല, പിസ്സ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സീൻ അത് ഓൾറെഡി എന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. പക്ഷേ അതോടൊപ്പം എൻ്റെ മനസ്സ് ഇതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവർക്ക് സന്തോഷമാവും, അപ്പോൾ എനിക്ക് സന്തോഷമാവും. അവർ സന്തോഷിക്കും, അതോടൊപ്പം ഞാനും സന്തോഷിക്കും. ഇനി സപ്പോസ് റിയാലിറ്റി സംഭവിച്ചു, അത് നമ്മൾ ചിന്തിച്ചതുമായി മാച്ചായില്ല. താങ്കൾ ഉണ്ടാക്കിയ ഇമേജ് ഫീഡ് ചെയ്ത ഡേറ്റ ഇതായിരുന്നു, കുട്ടികൾക്ക് സന്തോഷമാവും, ദെൻ ഐ വിൽ ബി ഹാപ്പി. പക്ഷെ താങ്കൾ പറഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? There is so much of 1, let down in the feeling, 2, frustration, and 3, ഒരു ഫീലിംഗ് ഓഫ് not being very happy. Actually, താങ്കൾ മനസ്സിനെ ആദ്യം കണ്ടീഷൻ ചെയ്തു കഴിഞ്ഞല്ലോ, മനസ്സിനെ നന്നായി തയ്യാറെടുപ്പിച്ചു. അവർ കഴിക്കും, അവർക്ക് ഇഷ്ടമാവും, അവരെന്നെ പ്രേസ് ചെയ്യും, അവർക്ക് സന്തോഷമാവും, അപ്പോൾ ഞാൻ സന്തോഷിക്കും. അപ്പോൾ മനസ്സിനെ പൂർണ്ണമായി ഇങ്ങനെ പ്രോഗ്രാം ചെയ്തു. ദിസ് ഇസ് ഓൾസോ പ്രോഗ്രാമിംഗ് ഓഫ് ദ മൈൻഡ്. മനസ്സിനെ പൂർണ്ണമായും പ്രോഗ്രാം ചെയ്തു. ഈ ഇൻസ്ട്രക്ഷൻ നടക്കണം, പിന്നെ ഇങ്ങനെ നടക്കും, പിന്നെ ഇങ്ങനെ നടക്കും. റിസൾട്ടാണ് ഹാപ്പിനെസ്. ഏത് സോഫ്റ്റ്വെയർ പ്രോഗ്രാം കോഡിംഗ് മനസ്സിന് നൽകിയത് എങ്ങനെയാണോ, ഡേറ്റ ഇതാണ്, കുട്ടികൾക്ക് സന്തോഷമാവും, റിസൾട്ട് ഇതാണ്, എനിക്ക് സന്തോഷം തോന്നും. പക്ഷെ ഡേറ്റ ചേഞ്ച് ആയാലോ, കുട്ടികൾക്ക് സന്തോഷം തോന്നിയില്ല, അപ്പോൾ റിസൾട്ടും ചേഞ്ച് ആവില്ലേ? പക്ഷെ അതിനുവേണ്ടി ഞാൻ തയ്യാറെടുത്തത് ഈ പ്രോഗ്രാമിംഗ് ഞാൻ എപ്പോഴാണ് ചെയ്തതെന്ന് ഞാൻ മറന്നു. ഈ പ്രോഗ്രാം പീസ് ഉണ്ടാക്കിയ സമയത്ത് അഗൈൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഉണ്ടാക്കുന്ന സമയത്ത് വി ആർ ഡൂയിങ് പ്രോഗ്രാമിംഗ്. മൈൻഡ് അല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടാക്കുകയാണ്. പക്ഷെ മനസ്സ് ആന്റിസിപ്പേറ്റ് ചെയ്യും. ഓൾറെഡി ഞാൻ ആ സീൻ ക്രിയേറ്റ് ചെയ്യുക. ഈ കോഡിംഗ് നടന്നുകൊണ്ടേയിരിക്കുക. കോഡിംഗിൽ ഇൻസ്ട്രക്ഷൻ വളരെ ക്ലിയർ ആണ്. ഇനി കോഡിംഗ് കുറച്ച് ഡിഫറെന്റ് ആക്കിയാലോ? അവർ സന്തോഷിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. You don't like that coding because I want them to be happy. ഞാൻ ഇങ്ങനെയും കോഡിംഗ് ചെയ്യണം. ഞാൻ ഇപ്പോൾ തന്നെ സന്തോഷിക്കുകയാണ്, ഉണ്ടാക്കുമ്പോഴും സന്തോഷിക്കുകയാണ്, അവരെ കഴിപ്പിക്കുമ്പോഴും സന്തോഷിക്കുകയാണ്. ഇനി അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് എ ക്വസ്റ്റ്യൻ ഓഫ് ടേസ്റ്റ്, ദാറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ഹാപ്പിനെസ്. നമ്മൾ രണ്ടിനെയും മിക്സ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഈഗോയി അവിടെ ചേർന്നു. പക്ഷെ ക്വസ്റ്റ്യൻ ഓഫ് ടേസ്റ്റ് ആണ്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ആ കാര്യത്തിന് ഞാൻ റിയാക്ട് ചെയ്താൽ, ഞാൻ വളരെ പരിശ്രമിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ പിസ്സ അവിടെ സൈഡിലേക്ക് മാറി. പിന്നെ ഉണ്ടാവുന്ന സീനാണെങ്കിലോ അതിനുശേഷം മുഴുവൻ, അപ്പോൾ എന്തുണ്ടാക്കാനാണ് പോയത് സന്തോഷം ഉണ്ടാക്കാനാണ്. പക്ഷെ സംഭവിച്ചതോ വേറെ എന്തൊക്കെയോ സംഭവിച്ചു. അപ്പോൾ ഈ മനസ്സിന്റെ കോഡിംഗ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുഴുവൻ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന ചിന്തകൾ, അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ റിസൾട്ട് പോലും ഉണ്ടാവുന്നത്. ഇപ്പോഴും നമ്മുടെ കോഡിംഗ് ഇങ്ങനെയാണ്. ഇത് സംഭവിച്ചാൽ ഞാൻ സന്തോഷിക്കും, ഇവർ എന്നോട് നന്നായി സംസാരിച്ചാൽ ഞാൻ സന്തോഷിക്കും, അവരുടെ ഫോൺ വരികയാണെങ്കിൽ ഞാൻ സന്തോഷിക്കും. I want to do things for others. So many times we feel that way. I want to do this for my husband, I want to do this for my mom, whatever, to make them happy. Because when they are happy, I'm happy, right? സോ ഞാൻ താങ്കൾക്ക് വേണ്ടി ഇത് ചെയ്യും, അത് ചെയ്യും. ഇനി ചെയ്യാനുള്ള ലിസ്റ്റ് പലപ്പോഴും ചെറുതായിരിക്കും, എന്നാൽ പലപ്പോഴും വളരെ വളരെ വലുതായിരിക്കും. ദേ കുഡ് മീൻ ബിഗ് സാക്രിഫൈസ് ഇൻ മൈ പേഴ്സണൽ ഡിസിഷൻസ്. പക്ഷേ ദേ ആർ ഓൾ ഡൺ വിത്ത് ദിസ് പർപ്പസ്. ഞാൻ ചെയ്യും, താങ്കൾ സന്തോഷിക്കും. താങ്കൾ സന്തോഷിച്ചാൽ ഞാനും സന്തോഷിക്കും. ഇനി ഈ ഇക്വേഷൻ ശരിയാണ്, താങ്കൾ സന്തോഷിച്ചാൽ ഞാൻ സന്തോഷിക്കുമെന്നത്. പക്ഷെ ബൈ ചാൻസ് അടുത്താൾ സന്തോഷിച്ചില്ലെങ്കിൽ, മുന്നിലുള്ള ആൾ തൻ്റെതായ ടെൻഷനിലാണ്, അവരുടെ ചിന്തകളിലാണ്. താങ്കൾ ഹസ്ബൻഡിന് വേണ്ടി വളരെ നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു, റൈറ്റ്? ജസ്റ്റ് ഡേ ബിഫോർ യെസ്റ്റർഡേ ഇറ്റ് ഹാപ്പൻ വിത്ത് മൈ നെയ്ബർ. അവർക്ക് വെഹിക്കിളില്ല, 2 ബസ് മാറിക്കയറി, വളരെ ബുദ്ധിമുട്ടി. ഹസ്ബൻഡിനൊരു ഷർട്ട് വാങ്ങാൻ പോയതാണ് ബർത്ത്ഡേക്ക് വേണ്ടി, ഓക്കെ? പക്ഷേ അവ ഷർട്ട് കൊണ്ടുവന്നു, വളരെ എഫേർട്ട് എടുത്തു. ആക്ച്വലി ഐ സീ ഹർ ഡൂയിങ് ഓൾ ദാറ്റ്. ഷർട്ട് വാങ്ങി കൊണ്ടുവന്നപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടമായില്ല. He said, ഞാൻ രാത്രി ഈ ഷർട്ട് ഇട്ടോ. I know, it's hurting. Oh, you see that, what she goes through after that. ഷർട്ട് അവിടെ സൈഡിൽ കിടക്കുന്നുണ്ട്, but pain. And so the question is, that shirt, that pizza, that object, that activity. But the other should be actually a little bit more, considerate. അവരോട് നമ്മൾ പറയുക, എന്നോട് നല്ല രീതിയിൽ സംസാരിക്കൂ. എഗെയിൻ അത് ഡിപ്പെൻഡൻസി അല്ലേ?
താങ്കൾ സന്തോഷിക്കൂ പ്ലീസ്, കാരണം താങ്കൾ സന്തോഷിച്ചാൽ ഞാനും സന്തോഷിക്കും. ആൻഡ് therefore ഓൾസോ ദ ഓപ്പോസിറ്റ്, താങ്കൾ നിരാശനായാൽ, ദേഷ്യപ്പെട്ടാൽ, അപ്സെറ്റ് ആയാൽ ഞാനും അങ്ങനെ തീരും. സംവെയർ ഞാൻ ഈ ഇക്വേഷൻ ഉണ്ടാക്കി എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ സന്തോഷമായിരുന്നാൽ ഞാനും സന്തോഷിക്കും. അപ്പോഴാണ് എൻ്റെ ഈ പ്രോസസ് ആരംഭിച്ചത്. അപ്പൊ ചുറ്റുമുള്ളവരെല്ലാം ദുഃഖിക്കുക, ഞാൻ മാത്രം സന്തോഷിക്കുക, ഇത് സംഭവ്യമാണോ? We don't know, we'll explore during this whole journey. This is what it is all about. കാരണം not that it's being selfish, it's like saying എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം രോഗിയാണെങ്കിൽ എനിക്കെങ്ങനെ രോഗമില്ലാതിരിക്കാൻ കഴിയും? ഓഫ് കോഴ്സ്, അതിൽ ഓഫ് കോഴ്സ് ആണല്ലോ. പക്ഷെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം രോഗിയാണെങ്കിൽ ഞാനും എങ്ങനെയായിരിക്കണം? അസുഖം തന്നെത്താൻ വന്നോളും. പക്ഷെ ആക്ച്വലി നമ്മുടെ അവസ്ഥ ഓപ്പോസിറ്റ് ആയിരിക്കണം. നോക്കൂ, നമ്മുടെ ചുറ്റും രോഗികളാണെങ്കിൽ അതിന്റെ വളരെ അടുത്തത്, വളരെ ക്ലോസ് ആയ ആൾക്കാരാണെങ്കിൽ, അങ്ങനെയുള്ളവരെ കെയർ ചെയ്യണമെങ്കിൽ എനിക്ക് ആദ്യം ആരുടെ കെയർ ചെയ്യേണ്ടി വരും? നമ്മളുടെ തന്നെ. ഫിസിക്കൽ ലെവൽ ആണെങ്കിലും സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, ഇമോഷണൽ ലെവൽ ആണെങ്കിലും സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ആക്ടിവിറ്റി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, ഇത് ചെയ്യണം അത് ചെയ്യണം, അപ്പോൾ അവർക്ക് സന്തോഷമാകും. അല്ല, മൂലമന്ത്രം ഇതാണ്, എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിഞ്ഞാൽ അവരും സന്തോഷം. പക്ഷെ എത്ര തവണ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്നെ സന്തോഷമായി കാണാൻ ആഗ്രഹമില്ല. So many times we tell others, you can't see me happy. The moment I'm happy, you create something, my happiness goes. കാരണം എഗെയിൻ എത്ര ഡീപ്പ് റൂട്ടഡ് ബിലീഫാണ്. മറ്റുള്ളവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും ബിഹേവിയറിലുമാണ് എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. സപ്പോസ് ഞാൻ രാവിലെ നല്ല മൂഡിലാണ് വന്ന്, പക്ഷെ താങ്കളുടെ അവസ്ഥ ശരിയല്ല, അപ്പോൾ ഞാൻ ഡിസ്റ്റർബ്ഡായി. പിന്നെ ഞാൻ അതിൻ്റെ ബ്ലെയിം താങ്കളുടെ മേൽ ചാരുകയാണ്. താങ്കൾക്ക് ഞാൻ സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, താങ്കൾ ഇത്രയും റൂഡായി സംസാരിച്ചു, എൻ്റെ അവസ്ഥ ചീത്തയാക്കി. താങ്കളുടെ അവസ്ഥ ശരിയില്ലാത്തത് താങ്കളുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ആ സമയത്ത് എനിക്ക് എൻ്റെ മീതെ കൺട്രോൾ വഹിക്കാൻ കഴിഞ്ഞില്ല. ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വാട്ട് റൈറ്റ് ഡു ഐ ഹാവ് ടു സേ ടു അനദർ പേഴ്സൺ? താങ്കൾ കാരണം ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ്. ദിസ് ഇസ് ഓൾ ഹാപ്പനിങ്. അത് കാരണം ധാരാളം കോൺഫ്ലിക്ട്സും ഉണ്ടാവുന്നുണ്ട്, ധാരാളം കോംപ്ലിക്കേഷൻസും ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഇക്വേഷൻ സെറ്റായിട്ടില്ല. നമ്മൾ കരുതി പുറത്തുനിന്ന് വരുന്ന എനർജി, അത് ഒബ്ജക്റ്റിൽ നിന്നാവാം, വ്യക്തികളിൽ നിന്നാവാം, ഞാൻ ചെയ്യുന്ന ജോലിയിൽ നിന്നാവാം. അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഏതെല്ലാം എനർജി ഉണ്ടോ അത് എൻ്റെ ഉള്ളിൽ എനർജി ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വൊക്കാബുലറി ഏതെങ്കിലും ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്താൽ ഞാൻ ഇത് ചെയ്യും, അപ്പോൾ സന്തോഷം തോന്നും. ഇത് നടന്നാൽ ഞാൻ സന്തോഷിക്കും. കുട്ടികൾക്ക് 90% മാർക്സ് ലഭിച്ചാൽ അപ്പോൾ ഞാൻ സന്തോഷിക്കും. അവർക്ക് ജോലി കിട്ടുമ്പോൾ, വിവാഹം നടക്കുമ്പോൾ, അതായത് പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ഞാൻ സന്തോഷിക്കും. സോ ദ ഇക്വേഷൻ ഇസ് ഔട്ട്സൈഡ് ഇൻ. ഔട്ട്സൈഡിലെ പ്രോഡക്റ്റ് ഇൻസൈഡിൽ എനർജി ക്രിയേറ്റ് ചെയ്യും. പക്ഷെ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത് ശിവാനി ബെഹൻ? ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു സേ. അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, അതായത് ഈ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്, ആ കാര്യം തന്നെ സംഭവിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? സന്തോഷം ഏതൊക്കെ വസ്തുക്കളിൽ നിന്നാണ് സന്തോഷം ലഭിക്കുന്നത്? അഗൈൻ ലൈക്ക് അവർ സന്തോഷിക്കുകയാണെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയ പിസ്സ കഴിച്ച് അവർ സന്തോഷിച്ചു, അപ്പോഴും ഞാൻ സന്തോഷിക്കുമല്ലോ. എനിക്ക് സന്തോഷമായി, ഈ തോട്ട് ക്രിയേറ്റ് ചെയ്തു, ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചു, അവർക്ക് നല്ലതായി തോന്നി. ഈ തോട്ട് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ലെറ്റ്സ് സേ അതേ പിസ്സ കഴിക്കുകയാണ്, ഇപ്പോൾ ആ കുട്ടികൾ സന്തോഷത്തിലാണ്, അവരുടെ സന്തോഷം കണ്ട് താങ്കൾക്കും സന്തോഷമാണ്. എവ്രി വൺ ഇസ് വെരി ഹാപ്പി ആൻഡ് വൺ ഫോൺ കോൾ ആൻഡ് വൺ മെസ്സേജ്. അല്ലെങ്കിൽ ആരെങ്കിലും താങ്കളെ, ഇപ്പോൾ താങ്കൾ വീട്ടിലാണ് വളരെ സന്തോഷത്തോടെ ഇരിക്കുക, പക്ഷെ അപ്പോൾ ബോസ് ഫോൺ ചെയ്ത് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഓഫീസിൽ ചെയ്ത ജോലിയിൽ ഈ തെറ്റുണ്ടായിരുന്നു, ഈ തെറ്റുണ്ടായിരുന്നു. ഇപ്പോൾ അതേ പിസ്സ ആണ്, അതേ കുട്ടികളാണ്, അവർ ഇപ്പോഴും സന്തോഷത്തില്ല. വെർ ഇസ് യുവർ ഹാപ്പിനെസ് ഗോൺ? പക്ഷെ അത് വേറെ സിറ്റുവേഷൻ ആണല്ലോ. ഈ സിറ്റുവേഷനിൽ ഞാൻ സന്തോഷിച്ചുവല്ലോ. അടുത്ത സിറ്റുവേഷൻസ് അധികം സമയം എടുത്തില്ലല്ലോ വന്ന് നിങ്ങളുടെ സന്തോഷത്തെ കളയാൻ. അപ്പൊ ഓരോ സിറ്റുവേഷനും നമുക്ക് ഒന്നുകിൽ സന്തോഷം നൽകുന്നു അല്ലെങ്കിൽ ദുഃഖം നൽകുന്നു. സോ നൗ എന്റെ ലൈഫ് എന്തിലാണ് ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത്? സിറ്റുവേഷൻസിലാണ്. സിറ്റുവേഷനിലും വ്യക്തികളിലും, വ്യക്തികളുടെ അവസ്ഥയിലും, അവരുടെ ടെമ്പർമെന്റ്. എൻ്റെ ടെമ്പർമെന്റ് ഡിപ്പെൻഡൻ്റ് ആണ്, എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വ്യക്തികളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഹൗ ഹെൽത്തി ഈസ് ദിസ് ഫോർ മീ? എൻ്റെ ഫിസിക്കൽ ഹെൽത്ത്, ലെറ്റ് us കീപ്പ് ഓൺ കമ്പയറിങ് ഇറ്റ്. കാരണം അപ്പോഴാണ് മനസ്സിലാവുന്നത് എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് പുറത്തുള്ള കാലാവസ്ഥ, പുറത്തുള്ള ഇൻഫെക്ഷൻ, പുറത്തുള്ള ബാക്ടീരിയ, ഇതിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ റെസിസ്റ്റൻസ് പവർ ഇല്ലാതാവുകയാണ്. എക്സാക്ട്ലി.
ബിക്കോസ് ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. എൻ്റെ റെസിസ്റ്റൻസ് പവർ അവസാനിക്കുമ്പോൾ എല്ലാ ഇൻഫെക്ഷനും വരുന്നു, എല്ലാ ബാക്ടീരിയയും എന്നെ ആക്രമിക്കുന്നു, എല്ലാ വൈറസും വരുന്നു. That's the answer. That's the answer. ബാക്ടീരിയ ഓൾറെഡി ഉണ്ട്, ഇൻഫെക്ഷൻ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഫിസിക്കൽ ബോഡിയെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്ട്രോങ് ആക്കുന്നുണ്ടെങ്കിൽ അതെന്നെ അറ്റാക്ക് ചെയ്യില്ല. പക്ഷേ എൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ക്രാഷ് ആയാൽ ചെറിയ ചെറിയ വൈറസുകൾ പോലും, കാലാവസ്ഥയിലെ ചെറിയ വ്യതിയാനങ്ങൾ പോലും, എല്ലാ പ്രശ്നങ്ങളും, ജലദോഷം, പനി. So here it is. I become either I am strong or I become vulnerable. അപ്പോൾ സ്ട്രോങ് ആണെങ്കിൽ എൻ്റെ മേലെ ഒന്നിൻ്റെയും പ്രഭാവം ഉണ്ടാവില്ല. കാലാവസ്ഥ മാറട്ടെ, പുറത്ത് കൊടുങ്കാറ്റോ മഴയോ വരട്ടെ, ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. പക്ഷെ ഞാൻ എന്നെ ശ്രദ്ധിക്കാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കാലാവസ്ഥ ശരിയല്ല, വല്ലാത്ത തണുപ്പാണ്, ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് രോഗം വരിക തന്നെ ചെയ്യും. എങ്കിൽ രോഗിയായിരുന്നോളൂ, നോ പ്രോബ്ലം, ഇറ്റ്സ് എ ചോയ്സ്. താങ്കൾക്ക് രോഗിയായിരുന്നാൽ മതിയോ അതോ നോ പ്രോബ്ലം ഹെൽത്തി ആയിരിക്കണോ? രണ്ട് ചോയ്സ് നമുക്കുണ്ട്. വെരി ട്രൂ. പക്ഷെ നമുക്ക് ഇത്രയും ശക്തി ഇല്ലല്ലോ. വെൻ യു സെഡ് either you become powerful or you remain vulnerable. So because I don't have any other option, like I feel that I don't have the power. എന്നെ ആ സിറ്റുവേഷൻസ് എഫക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തെ അത് നശിപ്പിക്കരുത്. അതിനാൽ ഞാൻ വൾണറബിൾ ആണ്. I can understand what you're saying. Actually, we all are understanding from where it is coming. We actually are vulnerable. അത് ഫിസിക്കലി ആവട്ടെ അഥവാ മെന്റൽ സന്തോഷത്തിന്റെ കാര്യമാവട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ ശരീരത്തെ ശ്രദ്ധിക്കുന്നു അതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിനെയും കെയർ ചെയ്യണം. പക്ഷേ ഇത് പരിതസ്ഥിതികൾ മോശമാവുമ്പോൾ ചെയ്യാൻ കഴിയില്ല. കാലാവസ്ഥ മാറുന്ന സമയത്ത് ശരീരത്തിൽ ശക്തി നിറയ്ക്കാൻ കഴിയില്ല. പക്ഷെ എവറിഡേ, ഒരു ഡെയിലി ബേസിസിൽ ശരീരത്തെ കെയർ ചെയ്യാൻ പുറത്ത് എത്ര പരിവർത്തനം വന്നാലും പുറത്തെ പരിവർത്തനം ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കില്ല. യു സി, ശരീരം ശക്തി നേടിക്കഴിഞ്ഞു. പുറത്തെ പരിവർത്തനത്തിനോടൊപ്പം അഡോപ്റ്റ് ചെയ്ത് സുഖമായിരിക്കും. പുറത്തുനിന്ന് ഇൻഫെക്ഷൻ വന്നു, ശരീരത്തിനകത്ത് ആന്റിബയോട്ടിക്സ്, അത് ഉള്ളിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യും. നമ്മൾ അറിയുക പോലും ഇല്ല, നമ്മൾ സാധാരണ പോലെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെ ശരീരത്തെ നന്നായി ശ്രദ്ധിക്കുമ്പോൾ ഈ രോഗാണുക്കൾ വരുന്നതും പോകുന്നതും അറിയുക പോലും ചെയ്യുന്നില്ല. അതുപോലെ മനസ്സിനെയും കെയർ ചെയ്താൽ ദിവസവും അതിനെ ശുദ്ധീകരിക്കുക, പോഷണം നൽകുക, വ്യായാമം നൽകുക. അപ്പോൾ പുറത്ത് എന്തെല്ലാം നടന്നാലും വരും പോകും, നമ്മൾ ആ സീനിനെ മറികടന്ന് പോവും. പിന്നെ ആ സെന്റൻസ് പറയില്ല, ഇടയ്ക്കിടയ്ക്ക് നല്ലത്, ഇടയ്ക്കിടയ്ക്ക് മോശം. ദിസ് ഇസ് ഹൗ ദ ഇൻഡെക്സ് ഇസ് ഗോയിങ്. സി, ദിസ് ഇസ് ഹൗ ദ ഇൻഡെക്സ് ഇസ് ഗോയിങ് ആക്ച്വലി. ഏതുപോലെ സിറ്റുവേഷൻ അതുപോലെ ഹാപ്പിനെസ്, ഇടയ്ക്ക് മേലെ ഇടയ്ക്ക് താഴെ. എന്തുകൊണ്ട്? ഇറ്റ്സ് ഡിപ്പെൻഡൻറ്റ് ഓൺ സംതിങ് ഔട്ട്സൈഡ്. സ്വയം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പവറും ഇല്ല. നിങ്ങൾ നന്നായി സംസാരിച്ചാൽ എനിക്ക് സന്തോഷം, അല്ലെങ്കിൽ സന്തോഷമില്ല. അപ്പോൾ ഞാൻ മുഴുവൻ ദിവസവും എന്താ ചെയ്യുന്നത്? താങ്കളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എങ്കിൽ താങ്കൾ എന്നോട് നന്നായി പെരുമാറും. കാരണം എവറിത്തിങ് ഐ എം ഡൂയിങ് ഇസ് ഫോർ ഹാപ്പിനെസ്. ആക്ച്വലി എവറിത്തിങ് ദാറ്റ് ഐ എം ഡൂയിങ് ഇസ് ഫോർ ഹാപ്പിനെസ്. പക്ഷെ പ്രോബബ്ലി വേർ ഐ എം ഡൂയിങ് ഇറ്റ് ഇസ് സംവെയർ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇടയ്ക്ക് നല്ലതായിരുന്നു, ഇടയ്ക്ക് അത് മോശമാവാൻ ഒട്ടും താമസമില്ല. ഇതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയും ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോയാൽ, അതാണ് നമ്മൾ അന്ന് സംസാരിച്ചത്, കെയർ നൽകുക. അപ്പോൾ ബാക്ടീരിയ വന്നാലും, ആരെങ്കിലും മോശമായി സംസാരിച്ചാലും, ആരെങ്കിലും ദേഷ്യപ്പെട്ടാലും, കുട്ടികൾക്ക് നമ്മുടെ നേരെ അസംതൃപ്തി തോന്നിയാലും, ബോസ് ഫയർ ചെയ്താലും, ഇതെല്ലാം ബാക്ടീരിയ തന്നെയാണല്ലോ പുറത്തുനിന്ന് വരുന്നത്. ഇത് പുറത്തുനിന്ന് വരുന്ന പരിവർത്തനമാണ്. ഇന്ന് കുട്ടികൾ നല്ല രീതിയിൽ സംസാരിച്ചു, നാളെ പെട്ടെന്ന് റിയാക്ട് ചെയ്തു, വളരെ റൂഡായി സംസാരിച്ചു. പരിവർത്തനമാണല്ലോ, കാലാവസ്ഥയിൽ മാറ്റം വന്നിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ശക്തിയില്ല ആ പരിവർത്തനത്തിനെ ഫേസ് ചെയ്യാൻ. അപ്പോൾ അത് ആരംഭിച്ചപ്പോൾ എത്ര മാറ്റമുണ്ട്! കാലാവസ്ഥയുടെ മഴയും പെരുമാറ്റത്തിന്റെ ഈ മഴയും വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ കാലാവസ്ഥയുടെ മഴയിൽ എനിക്ക് കുട പിടിക്കാൻ കഴിയും, എനിക്ക് റെയിൻകോട്ട് ഇടാൻ. താങ്കൾ പ്രൊട്ടക്ഷൻ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കും. കുട എടുക്കാത്തവരോ? മരത്തിന്റെ ചുട്ടിൽ നിൽക്കും, എന്തെങ്കിലുമൊക്കെ. മരത്തിന്റെ താഴെ നിൽക്കുമ്പോൾ മിന്നലേറ്റാലോ? അപ്പോൾ പ്രൊട്ടക്ഷൻ എടുക്കാത്തവർ സ്വയം സഫർ ചെയ്യുമല്ലോ. അത് ഫിസിക്കൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും. ഇപ്പോൾ നമ്മൾ പറയുന്നു ഫിസിക്കൽ വളരെ ഈസിയാണ്. എന്തുകൊണ്ട്? നമുക്ക് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ഈസിയായി തോന്നുന്നുണ്ട്. സെയിം തിങ് ക്യാൻ ഹാപ്പൻ വിത്ത് ഇമോഷണൽ പ്രൊട്ടക്ഷൻ. ഇമോഷണൽ പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ തോന്നും, എന്താണ് കുഴപ്പം, അവർ മോശമായി സംസാരിച്ചാൽ? Will we reach ever the stage
ആരെങ്കിലും എന്നോട് മോശമായി പെരുമാറി, എന്നെ അപമാനിച്ചു, എന്നെ ഇൻസൾട്ട് ചെയ്തു, റിജക്ട് ചെയ്തു, എനിക്ക് ഹേർട്ടാവില്ലേ? Yeah, don't you think you're already working on yourself? Yes, just have to take care. ഒരു ദിവസം ശ്രദ്ധ കൊടുത്ത് നോക്കണം. Can I do that? അതോ ഞാൻ ഇത്രയ്ക്കും ബലമില്ലാത്ത ആളാണോ ഓരോരുത്തരുടെയും പെരുമാറ്റത്തെ എന്റെ തലയിലെ ഭാരാക്കി മാറ്റാൻ? കാരണം ഇൻ ടുഡേസ് ടൈം ഇറ്റ് ഇസ് റിസ്കി. നമ്മൾ നമ്മുടെ കൺട്രോൾ മുഴുവൻ പുറമേ കൊടുക്കുകയാണെങ്കിൽ, കാരണം ചാലഞ്ചസ് ധാരാളം. Yes, we always say, you never know വേറൊരാൾ എങ്ങനെ പെരുമാറും. എക്സാക്ട്ലി, നൗ ദാറ്റ്സ് ദ പോയിന്റ്. എല്ലാവരുടെയും പെരുമാറ്റം ഇന്ന് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് പുറത്തെ കാര്യം പോട്ടെ, നമ്മുടെ വീട്ടിനുള്ളിൽ നോക്കുകയാണെങ്കിലും സഡൻലി ഇരുന്നിരുന്നവർ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ഇവർക്ക് എന്ത് പറ്റി? കാരണം എല്ലാവരുടെയും ഉള്ളിലും പല പല കാര്യങ്ങൾ നടക്കുകയാണ്, ചിലപ്പോൾ വളരെ പെട്ടെന്ന്. അപ്പോൾ വ്യക്തികളുടെ റിയാക്ഷൻസ് അത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുകയാണ്. ഇനി എന്റെ റെസ്പോൺസ് താങ്കളുടെ റെസ്പോൺസിൽ ഡിപ്പെൻഡഡ് ആണെങ്കിൽ, താങ്കൾ അൺപ്രഡിക്റ്റബിൾ ആയാൽ എന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? ഞാൻ തയ്യാറെടുത്തതേ ഇല്ല. കാലാവസ്ഥ നോക്കൂ, അത് നമുക്കറിയാം. ഇപ്പോൾ ചൂടാണ്, ഈ ചൂട് നിലനിൽക്കും, പിന്നീട് ഇത് മാറും, വിന്റർ വരും, അപ്പോൾ ഇറ്റ്സ് ഈസി ടു മാനേജ്. പക്ഷെ കാലാവസ്ഥ അൺപ്രഡിക്റ്റബിൾ ആയി തീർന്നാൽ, ഇപ്പോൾ ചൂടാണ്, അരമണിക്കൂറിന് ശേഷം മഴ പെയ്തു, പിന്നെ അരമണിക്കൂറിന് ശേഷം കൊടും തണുപ്പ് വന്നു. വിൽ വി ബി പ്രിപ്പയർഡ്? നമ്മൾ പറയും ഇതെന്താണ്, ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ് കൈൻഡ് ഓഫ് വെദർ. വി വിൽ സേ ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ്. വി ആർ നോട്ട് പ്രിപ്പയർഡ്. സോ വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദ അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ ഫ്രം പീപ്പിൾ. അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതാണ്, എനിക്ക് ആദ്യം എന്നെ ശ്രദ്ധിക്കേണ്ടി വരും. ബിക്കോസ് തിങ്സ് ആർ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചലഞ്ചസ് കൂടി വരികയാണ്. ഓരോരുത്തരും തന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ കൺട്രോൾ സിറ്റുവേഷൻസിന്റെ മേലെ നൽകി. എത്രത്തോളം സിറ്റുവേഷൻസ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നു, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതും ചേഞ്ച് ആവുന്നു. എത്ര അവിടെ ചേഞ്ച് ആവുന്നു, അത്രയും ഞാനും ചേഞ്ച് ആവുന്നു. ഇനി ചിന്തിച്ചു നോക്കൂ, ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? മുഴുവൻ ദിവസവും ഈ മനസ്സ് സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യും, വ്യക്തികളുടെ റെസ്പോൺസ് ഫേസ് ചെയ്യും. എത്ര താങ്കൾ അൺപ്രഡിക്റ്റബിൾ ആയാലും ഞാനും അൺപ്രഡിക്റ്റബിൾ. പിന്നെ ഞാൻ അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ താങ്കൾ അതിനെ റെസ്പോണ്ട് ചെയ്യും. അഗൈൻ സത്യമായ കാര്യമാണ്, പലപ്പോഴും നമ്മുടെ റെസ്പോൺസും വളരെ അൺപ്രഡിക്റ്റബിൾ ആവാറുണ്ട്. താങ്കൾ കുട്ടികളുടെ കാര്യം നോക്കൂ. അഥവാ കുട്ടി ടീനേജ് ആണ്, സ്കൂളിൽ എന്തോ സംഭവിച്ചു, പ്രശ്നമുണ്ടായി, കുട്ടി താങ്കളോട് പറഞ്ഞില്ല, പക്ഷെ മനസ്സിൽ എന്തോ നടക്കുന്നുണ്ട്. താങ്കൾ എന്തോ കുറച്ച് വഴക്ക് പറഞ്ഞു, വേറെ എന്തെങ്കിലും ദിവസമാണെങ്കിൽ സ്നേഹത്തോടെ കേൾക്കും. പക്ഷെ ഇന്ന് സഡൻലി കുട്ടി റിയാക്ട് ചെയ്തു. ദാറ്റ് ഈസ് ദെയർ അൺപ്രഡിക്റ്റബിലിറ്റി. പക്ഷെ താങ്കൾക്ക് താങ്കളുടെ മേലെ ശ്രദ്ധയുണ്ടെങ്കിൽ സിറ്റുവേഷൻ അവിടെ വെച്ച് തന്നെ അവസാനിക്കും 5 മിനിറ്റിനുള്ളിൽ. പക്ഷേ അവർ അൺപ്രഡിക്റ്റബിൾ ആയി എന്നോടിങ്ങനെ സംസാരിച്ചു. ഇതാണോ സംസാരിക്കാനുള്ള രീതി? നിനക്ക് സംഭവിച്ചത് എന്താണ്? അപ്പോൾ എന്റെ റെസ്പോൺസ് നോക്കൂ. നീ അല്ലെങ്കിൽ പോലും ഇങ്ങനെ തന്നെയാണ്, നീ കേടുവന്നു, നിന്റെ ഫ്രണ്ട് സർക്കിൾ തന്നെ മോശമാണ്. അവരാണെങ്കിലും ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആണ്, അവർ മോശമായി പെരുമാറി, അതിന്റെ ഗിൽട്ട്, അതിന്റെ മേലെ താങ്കളുടെ ദേഷ്യം. അപ്പോൾ അടുത്ത റെസ്പോൺസ് എന്തായിരിക്കും? സോ ഹിയർ ഹാൻഡ്ലിങ് ഈച്ച് അതർ റെസ്പോൺസസ്. അതിനു പകരം നമ്മൾ നമ്മുടെ റെസ്പോൺസിൽ ശ്രദ്ധിച്ചാൽ, നമ്മുടെ റെസ്പോൺസിനെ ഹാൻഡിൽ ചെയ്താൽ, മുന്നിലുള്ള ആളെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ആ വ്യക്തിയെ മാറ്റിയെടുക്കേണ്ടേ, അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടേ? താങ്കൾ പറഞ്ഞു അവരുടെ ഗിൽറ്റി ഫീലിംഗ്, പക്ഷെ അവർ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നവരാണെന്ന് നമുക്ക് തോന്നുന്നത്. യു ഹാവ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് ആസ്ക്. എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ കാര്യം വിടൂ, നമ്മുടെ കാര്യം നോക്കൂ. താങ്കൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ, കുട്ടിയോട്, ഹസ്ബൻഡിനോട്, ആരോടെങ്കിലും, അതിനുശേഷം നല്ല ഫീലിംഗ് നമുക്ക് തോന്നാറുണ്ടോ? അപ്പോൾ താങ്കൾ ഓൾറെഡി അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു, അൺനെസസറിലി വീടിന്റെ അന്തരീക്ഷത്തെ ഞാൻ അപ്പോൾ ഗിൽറ്റിയാണല്ലോ. അതിന്റെ മേലെ മുന്നിലുള്ള വ്യക്തി ദേഷ്യപ്പെടുകയും ചെയ്തു, പിന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു താങ്കളെ. ഹൗ ഫാർ ഐ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ഓൾ ദിസ്? ആൻഡ് ഓൾ ദിസ് വി സേ. ഇതുകൊണ്ടാണ് സംഭവിച്ചത്, അവർ ശരിയായി സംസാരിച്ചില്ല. അപ്പോൾ ഈ സീന്റെ മുഴുവൻ കുറ്റവും നമ്മൾ അവർക്ക് നൽകി. ശരി, അവർ ശരിക്കും സംസാരിച്ചില്ല, ബട്ട് ആഫ്റ്റർ ദാറ്റ് ദ ബോൾ വാസ് ഇൻ മൈ കോർട്ട്. ശരി, അവർ വളരെ മോശമായി പന്തടിച്ചു, പക്ഷെ ആഫ്റ്റർ ദാറ്റ് ദ ബോൾ വാസ് ഇൻ മൈ കോർട്ട്. നൗ ഐ ഹാവ് ദ പവർ. ഞാൻ അതിനെ ശരിക്കും ഹാൻഡിൽ ചെയ്തിരുന്നുവെങ്കിൽ സിറ്റുവേഷൻ വുഡ് ഹാവ് ബീൻ സംതിങ് എൽസ്. വാട്ട് നീഡ്സ് ടു ബി ഡൺ ദെൻ? Start taking care of myself. Yes, and that's what we want to see how to do. നമ്മൾ ഫോക്കസ് ചേഞ്ച് ചെയ്തു. താങ്കൾ അന്ന് പറഞ്ഞതുപോലെ സിറ്റുവേഷനിൽ ശ്രദ്ധിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ എൻ്റെ സന്തോഷം എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നേയില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ഇഷ്യൂസ് വന്നുകൊണ്ടേയിരുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു?
പ്രധാനപ്പെട്ടതിന് ലാസ്റ്റ് പ്രയോറിറ്റി നൽകി. ഞാൻ സന്തോഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ജോലി ചെയ്താൽ മതി. Show is going on, but then look at the quality of the show. So somewhere I will have to stop and say, first I have to be happy, then take care of the show. ആദ്യം I have to be healthy. പിന്നെ ചുറ്റും മുഴുവൻ ദിവസവും ജീവിതത്തിൽ നടക്കുന്ന ഡ്രാമ. ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രാമ. എവറി സീൻ ഐ എം എനാക്ടിങ്. ക്വാളിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കൂ. എന്നിട്ടും അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുക. ഒരു ദിവസം പോലും ഒന്ന് നിന്ന് നമ്മുടെ മനസ്സിൽ ഈ തോട്ട് വരാറില്ല. എൻ്റെ വീട്ടിൽ ദിവസവും എന്താണ് നടക്കുന്നത്, എന്തിനാണ് നമ്മൾ ദിവസവും പരസ്പരം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഈസ് ദെയർ എ വേ ഔട്ട്? ജീവിതം ജീവിക്കാൻ വേറൊരു നല്ല വഴിയുണ്ടോ, അതോ ഇത് തന്നെയാണോ വഴി? വണ്ടർഫുൾ. സംവേ വി നീഡ് ടു ആക്ച്വലി ഡു ദ അനാലിസിസ് വിത്തിൻ. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ പോകുന്നത് എവിടെയാണ്, നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്. സിസ്റ്റർ ശിവാനി, ധാരാളം കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ഒരു അവയർനെസ്, ആദ്യത്തെ ആ പോസ് ഉണ്ടല്ലോ, അത് എടുക്കാനുള്ള സമയമായിരിക്കുന്നു. 1 മിനിറ്റ് ഇത് നോക്കുക, ഞാൻ നിൽക്കുന്നത് എവിടെയാണ്. താങ്കൾ പറഞ്ഞു, ഇതും വളരെ അത്യാവശ്യമാണ്. ഓരോ സിറ്റുവേഷനിലും ഇത് നോക്കണം. നമ്മൾ ആഗ്രഹിച്ചത് എന്തായിരുന്നു? നമ്മൾ ഓരോ സിറ്റുവേഷനും ഓരോ ജോലിയും ചെയ്തത് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ഇറ്റ് വിൽ ഗിവ് മീ ഹാപ്പിനെസ്, ഇറ്റ് വിൽ ഗിവ് അതേഴ്സ് ഹാപ്പിനെസ്, ഓർ ഇറ്റ് വിൽ ഗിവ് മീ ഹാപ്പിനെസ്. സോ അഗെയിൻ മൈ ഡിപ്പെൻഡൻസി, ലൈക്ക് സന്തോഷം നേടാനുള്ള ഡിപ്പെൻഡൻസി, അത് എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് വീണ്ടും വീണ്ടും, ഇടയ്ക്കുണ്ട് ഇടയ്ക്കില്ല, ഇങ്ങനെ പോവുകയായിരുന്നു. വീണ്ടും ചെയ്യേണ്ടത് എന്താണ്? ഇത് സമയം നമ്മോട് പറയും. ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു പോസ് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചതിന് താങ്ക് യു സോ മച്ച്. ഓം ശാന്തി. എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഇങ്ങനെയൊരു വേദിയാണ്. ഇവിടെ നമ്മൾ തുറന്ന് സംസാരിക്കും. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫോൺ ചെയ്യാം. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഇമെയിൽ ID shivajyotimedia@gmail.com. അവേക്കനിംഗ് വിത്ത് ബ്രഹ്മകുമാരീസിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. നിങ്ങളും ഈ യാത്രയിൽ ഞങ്ങളുടെ ഉണ്ടാവും. എങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഏത് കാര്യങ്ങളെ ശ്രദ്ധിച്ചാലാണ് സന്തോഷത്തിന്റെ അനുഭവം ചെയ്യാൻ കഴിയുക? വരും എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ വിടവാങ്ങുകയാണ്. ഓം ശാന്തി.